ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കൾക്കൊപ്പം ഉണ്ണീശയ്ക്കൊരു പുൽക്കൂടൊരുക്കാൻ നാം ഒരു യാത്ര ആരംഭിക്കുകയാണ് 3 ഘട്ടങ്ങളിലൂടെ. ഒന്നാമത്തത് അകന്ന ഒരുക്കത്തിൻ്റെ ഘട്ടമാണ്. അവിടെ മാതാപിതാക്കൾ വിശുദ്ധീകരിക്കപ്പെടണം. 2ാം ഘട്ടം കുഞ്ഞിൻ്റെ ജന്മത്തോട് ബന്ധപ്പെടുത്തിയ അടുത്ത ഒരുക്കത്തിൻ്റെ ഘട്ടമാണ്. അവിടെ കുഞ്ഞുങ്ങളുടെ ജന്മവും ബാല്യത്തോട് ബന്ധപ്പെട്ട ഇടങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. 3ാം ഘട്ടം ഏറ്റവും അടുത്ത ഒരുക്കമാണ്. ഇന്ന് നമ്മുടെ മക്കൾ എത്തി നിൽക്കുന്ന ഇടങ്ങളൊക്കെ വിശുദ്ധീകരിക്കാനുള്ള ഒരു കർമ്മമാണ്. ഈ അന്വേഷണത്തിൻ്റെ ആത്മീയ യാത്രയുടെ ആദ്യ ദിനത്തിൽ ഈ 1-ാം തീയതി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക മാതാപിതാക്കളുടെ ജന്മത്തിൻ്റെ വിശുദ്ധീകരണമാണ്. അവർ ജന്മമെടുത്ത സാഹചര്യങ്ങളും വളർന്നു വലുതായതുമൊക്കെ വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് കുരുന്നു ജീവിതങ്ങളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുക. ഏറെ അഭിഷേകത്തോടുകൂടെ അറിഞ്ഞുമറിയാതെയും വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും നിലപാടിലുമൊക്കെ അവർക്കുണ്ടായ ഇടർച്ചകളൊക്കെ കുഞ്ഞു ജീവിതങ്ങളെ സ്വാധീനിക്കും. അനുഗ്രഹങ്ങളാണെങ്കിൽ അത് കൃപയോടുകൂടെ കൈമാറ്റം ചെയ്യപ്പെടും. വിശുദ്ധ മാർട്ടിൻ ഡി പോറസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ജന്മമെടുക്കാനായിട്ടു നിമിത്തമായത് ആഫ്രിക്കൻ വംശജയായ ഒരമ്മയിലും യൂറോപ്യൻ വംശജനായ ഒരപ്പനിലും. അങ്ങനെ ജന്മമെടുത്ത ഈ മകൻ ജീവിതത്തിൽ ഒരുപാട് സഹനത്തിൻ്റെ, സങ്കടത്തിൻ്റെ, കഷ്ടതയുടെ നീറുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ മകൻ്റെ ജന്മത്തെപ്പോലും സംശയിച്ചുകൊണ്ട് അപ്പൻ ഉപേക്ഷിച്ചു പോകുന്നു. അമ്മയും ഒരുപാട് നീറുന്ന അനുഭവങ്ങളിൽ ഈ മകനെ വല്ലാതെ സങ്കടപ്പെടുത്തണം. ഇത്തരം പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴും വലിയ അഭിഷേകത്തോടുകൂടെ അതിജീവിച്ച് അത്ഭുതമായി മാറിയ അനുഗ്രഹത്തിൻ്റെ വിശുദ്ധ ജീവിതമാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസിൻ്റെ. അവിശുദ്ധന് നമ്മോടും ഓർമ്മപ്പെടുത്താനായിട്ട് ഈ ആദ്യ ദിനത്തിലുള്ളത് തൻ്റെ ജീവിതം കൊണ്ട് മാതാപിതാക്കളുടെ വിശുദ്ധീകരണം സാധ്യമാക്കി അനുഗ്രഹത്തിൻ്റെ വഴി തുറന്ന കഥയാണെങ്കിൽ നമ്മുടെ കുരുന്നു ജീവിതങ്ങളെ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറക്കുമ്പം തിരികെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കും വിശുദ്ധ ജീവിതങ്ങളോട് ചേർന്ന് ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഇന്ന് മാതാപിതാക്കളുടെ ജന്മം വിശുദ്ധീകരിച്ചും യാത്ര ചെയ്യാം. കലഹമെന്ന സ്വഭാവത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്നേഹമെന്ന സദ്ഭാവങ്ങളിലേക്ക് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥന. കലഹ സ്വഭാവം എന്ന് പറയുന്ന മാറ്റേണ്ട ബലഹീനതയിൽ നിന്ന്, കലഹമെന്ന് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത വിധം മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, അധ്യാപകരെയൊക്കെ ഭാരപ്പെടുത്തുന്ന ഒന്നായി നിൽക്കുകയാണ്. അവിടുന്ന് ഒരു സ്നേഹത്തിൻ്റെ ഊഷ്മളഭാവത്തിലേക്ക്, വാത്സല്യത്തിൻ്റെ, കരുതലിൻ്റെ നന്മനോഭാവങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് മാറ്റിയെടുക്കണ്ടേ? ഈ തിരുത്തപ്പെടേണ്ടതും ആർജിക്കേണ്ടതുമായ പുണ്യജീവിത വഴികളെ സ്വന്തമാക്കാൻ വേണ്ടി, കുറവിൻ്റെ ഇടങ്ങളെ തിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമുക്കും വിശുദ്ധ കുർബാനയുടെയും നോമ്പിൻ്റെയും ജപമാലയുടെയും പുണ്യജീവിതത്തിൻ്റെയും ആത്മീയ വഴികളിലൂടെ ഈ യാത്ര ഇന്ന് ആരംഭിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾക്കൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉണ്ണീശോയെ, കലഹ സ്വഭാവം മാറ്റി സ്നേഹത്തിൽ വളരാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സഹായിക്കണമേ.